ജാതി സെൻസസ് നടത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് TVK ജനറൽ ബോഡിയിൽ പ്രമേയം. മണ്ഡല പുനർനിർണയം, വഖഫ് ഭേദഗതി ബിൽ, ത്രിഭാഷാ നയം എന്നിവയ്ക്കെതിരെയും പ്രമേയത്തിൽ വിമർശനമുണ്ട്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം, ദീർഘമായ പ്രമേയമാണോ? അനുജ, TVKയുടെ ആദ്യ ജനറൽ ബോഡിയിൽ 17 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. 17 തീരുമാനങ്ങൾ ഐക്യകണ്ഠേന ഈ 17 പ്രമേയങ്ങളും അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ 17 തീരുമാനങ്ങൾ കൈക്കൊണ്ടതിലാണ് ഇപ്രകാരം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞു പോകുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണ് TVK യോഗം കടന്നു പോകുന്നത്. അതിൽ ജാതി സെൻസസ് നടത്തണമെന്നുള്ള കാര്യം വീണ്ടും TVK ആവശ്യപ്പെട്ടു. സമൂഹനീതി നടപ്പിലാക്കണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണ്. ഒപ്പം തന്നെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആദ്യ പ്രമേയം വന്നത്. ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു അധികാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണ്, അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ഹനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ഭേദഗതി ബില്ല് അത് നടപ്പിലാക്കരുത്, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മുന്നോട്ട് വന്നു. പിന്നീട് ത്രിഭാഷാ നയം, അത് തമിഴ്നാട്ടിന് അംഗീകരിക്കാൻ കഴിയില്ല. 2 ഭാഷകൾ മാത്രമാണ് തമിഴ്നാട് ഇതുവരെയും കൈക്കൊണ്ടിട്ടുള്ളത്. അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം തന്നെ ഈ ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണം, ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണം, അതിനെതിരെയും TVK രംഗത്തെത്തിയിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഫെഡറലിസത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ടാസ്മാക് അഴിമതി, അത് കേന്ദ്രവും സംസ്ഥാനവും അത് ഒത്തുകളിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ TVKയുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സമഗ്രമായിട്ടുള്ള ആവശ്യങ്ങളാണ് പ്രമേയങ്ങളിലൊക്കെയും ഉയർന്നു വന്നത്. ഒപ്പം തന്നെ വിജയിയെ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് വേണ്ട ചുക്കാൻ പിടിക്കാൻ വിജയെ കൂടി നിയോഗിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഈ ജനറൽ ബോഡിയിൽ. ഇനി വിജയ് സംസാരിച്ചിട്ടില്ല ഇതുവരെയും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഏത് സർക്കാരിനെതിരെ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഏത് തരത്തിലാകും ഈ ഒരു തവണ വിജയുടെ വിമർശന മുനമ്പ് നീളുക എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. അനുജ, അതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ എന്താണ് TVKയുടെ നിലപാട് എന്നതുകൂടിയാണ് ഈ പ്രമേയത്തിലൂടെ വ്യക്തമാകുന്നത്. ജാതി സെൻസസ്, മണ്ഡല പുനർനിർണയം, വഖഫ് ഭേദഗതി ബിൽ, ത്രിഭാഷാ നയം എന്നിവയ്ക്കെതിരെ പ്രമേയത്തിൽ പരാമർശങ്ങളുണ്ട്.